ഗീതാ ഗോവിന്ദം നമ്മളൊക്കെ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ പുറത്തുവിട്ടത്. നമ്മുടെ പ്രിയമോൾ നമ്മുടെ പ്രേക്ഷകരെ വിട്ടു പോകുന്നു, എന്നേക്കുമായി ഗീതാ ഗോവിന്ദത്തിൽ നിന്നും വിട്ടു പോകുന്നു എന്നുള്ളൊരു രംഗം തന്നെയാണ് നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. വേഗം തന്നെ ഹോസ്പിറ്റലിൽ നമ്മുടെ പ്രിയയെ എത്തിക്കുന്നുണ്ടെങ്കിലും ഡോക്ടർ ചെക്ക് ചെയ്ത ഉടനെ തന്നെ പറയുന്നുണ്ട് ഒരു രക്ഷയുമില്ല, ഒന്നും തന്നെ ഹാർട്ട് ബീറ്റ് ഒന്നും തന്നെ കിട്ടുന്നില്ല, ഇനി ജീവിതത്തിലേക്ക് ഒരു രക്ഷയില്ല, മരിച്ചത് തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോവിന്ദ ഒന്നും കൂടി നോക്കൂ ഡോക്ടറെ, ഇവൾക്ക് ഞങ്ങളെ വിട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ തീർത്തും പറയുന്നുണ്ട്, ഇല്ല പ്രിയ ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല, മരിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ശേഷം നമ്മുടെ ഗോവിന്ദും ഗീതുവും രേഖയും ഒക്കെ ഭയങ്കരമായിട്ട് കരയുന്നൊരു രംഗം തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ വരുൺ നമ്മുടെ രേഖയോട് പറയുന്നുണ്ട്, അമ്മ ഇത്ര നാളും അടങ്ങിയിരുന്നത് പ്രിയമോളെ ഓർത്ത് മാത്രമായിരുന്നു, ഇനി നമ്മുടെ ഭദ്രൻ്റെ കുടുംബത്തെ തകർത്ത് കളയും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വരുൺ നമ്മുടെ രേഖയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഗീതുവിനെതിരെ തന്നെയായിരിക്കും നമ്മുടെ രാധികയുടെ അടുത്ത പദ്ധതി വരാൻ പോകുന്നത്. അതിനുശേഷം നമ്മുടെ വരുൺ ഒരു ഇരട്ടത്തൊരു രൂപം നിൽക്കുന്നതായിട്ടോ കാണുന്നത്. നമ്മുടെ അറയ്ക്കൽ വീട്ടിൽ ആ ഒരു രൂപം നമ്മുടെ വിജയലക്ഷ്മിയുടേതാകാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും നമുക്ക് കാണുന്നില്ല, നമ്മളെയും ആ ഒരു ബാക്ക് പോർഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ ഇങ്ങനെ തിരിയുമ്പോൾ. ഇനി രാധികയുടെ പക ആളിക്കത്താൻ തന്നെയായിരിക്കും സാധ്യത. നമ്മുടെ ഗീതുവിനെ എങ്ങനെയും ആ ഒരു അറയ്ക്കലിൽ നിന്നും പടിയിറക്കുക തന്നെയായിരിക്കും നമ്മുടെ രാധികയുടെ ലക്ഷ്യം. നമ്മുടെ ഗോവിന്ദാണെങ്കിൽ നമ്മുടെ ഗീതുവിനെ ചേർത്ത് നിർത്തുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാനുള്ളത്. ആരായിരിക്കും നമ്മുടെ അറയ്ക്കൽ വാഴുക, ഗീതുവോ രാധികമയോ അല്ലെങ്കിൽ വിജയലക്ഷ്മിയോ കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.